വചനസാരം വചനസാരം. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് തിരുസഭ മാതാവിനോട് ചേർന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ധ്യാനിക്കുന്നത്. സുവിശേഷത്തിലൂടെ ഈശോനാഥൻ നമ്മളോട് അരുൾ ചെയ്യുകയാണ്: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മാമോദീസ എന്ന കൂദാശയിലൂടെ ദൈവത്തിൻ്റെ സ്വന്തമായി മാറിയ ഓരോ ക്രൈസ്തവനും സഹനങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് ഭാരവുമായിട്ട് ദൈവത്തില് ആശ്രയം കണ്ടെത്തണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ ചെറിയ ഭൂമിയിലെ ജീവിതത്തില് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ ലോകത്തിലെ പല കാര്യങ്ങളിലും, പല വ്യക്തികളിലും, പല ശക്തികളിലും നമ്മൾ പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി ആശ്രയിക്കാറുണ്ട്. സങ്കീർത്തനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ 16-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളും, നമ്മുടെ സഹനങ്ങളും, നമ്മുടെ ദുഃഖങ്ങളും, നമ്മുടെ വീഴ്ചകളിലുമൊക്കെ നമ്മൾ ആശ്രയം കണ്ടെത്തേണ്ടത് നമ്മുടെ ദൈവത്തിലാണ്. നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ശക്തിയുള്ള കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാനും, രോഗികളെ സുഖപ്പെടുത്തുവാനും, പിശാചുബാധിതനെ അതിൽ നിന്ന് മോചിപ്പിക്കുവാനും ശക്തിയുള്ള, സർവശക്തിയുള്ള ഒരു ദൈവം നമുക്കുണ്ടെന്ന് മനസ്സിലാക്കാം. ആ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാം. നമ്മുടെ ദുഃഖങ്ങളിലും നമ്മുടെ വീഴ്ചകളിലും നമുക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ദൈവത്തിൽ ആശ്രയം കണ്ടെത്തി നമ്മുടെ ക്രൈസ്തവ ജീവിതം കുറച്ചുകൂടി വിശുദ്ധിയുള്ളതാക്കാം, കുറച്ചുകൂടി അർത്ഥപൂർണമാക്കാം. സഹനങ്ങളിൽ നമുക്ക് ഈശോയോട് ചേർന്ന് നിൽക്കാം. ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ കുരിശും വഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കുറച്ചുകൂടി അർത്ഥപൂർണമാക്കി മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കുകയും അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വചനസാരം വചനസാരം.